പോകുന്നത്. അപ്പൊ കൂടുതൽ വീട്ടില് ഇപ്പൊ തൂക്കി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നേരെ വീട്ടിലൊക്കെ. അപ്പൊ ഗൈസ് നമുക്ക് ആദ്യം തന്നെ വേണ്ടിയത് നമുക്ക് 2 ചാർട്ട് പേപ്പറാണ് അതിന് ആവശ്യമുള്ളത്. അപ്പൊ ഞാനിവിടെ റോസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളൊരു 2 ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് 2 ഇത് നേരത്തെ റെഡി ആക്കി എടുക്കണം. നമുക്ക് അടുത്ത പരിപാടിയിലേക്കാം. പിന്നെ നമുക്കൊരു ആവശ്യമുള്ളതെന്ന് വെച്ചാല് നമ്മൾ ഈ ചാർട്ട് പേപ്പർ നമുക്ക് നേരത്തെ നീർത്തി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു 25 സെന്റിമീറ്റർ അളന്ന് കൊടുക്കാം. നമുക്ക് അളന്ന് നോക്കാം. ഇവിടെ നമുക്ക് 25 ഇത്ര സെന്റിമീറ്റർ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇവിടെ അടയാളം ഇട്ട് കൊടുക്കാം. അങ്ങനെ തന്നെ 4 സൈഡും അളന്നിട്ട് നമുക്ക് എടുക്കണം. അതേമാതിരി നമുക്ക് 5 പീസ് ഉണ്ടാക്കി എടുക്കാം. അപ്പൊ അതുപോലത്തെ നമ്മൾ ഇവിടെ 5 പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാം. അപ്പൊ ഞങ്ങൾക്ക് അടുത്ത പണിയിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമുക്ക് ആവശ്യമുള്ളത് നല്ല പീസ് എടുക്കുക. നമുക്ക് നേരത്തെ വെട്ടിട്ട് പീസ് എടുത്താൽ മതി. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കാം. ഇതേമാതിരി നല്ല കറക്റ്റിൽ മടക്കി കൊടുക്കാം. നല്ല കറക്റ്റ് ആക്കിക്കാണ്ട് മടക്കിയാലേ റെഡി ആവുള്ളൂ. അടുത്ത പണി എന്ന് വെച്ചാലുള്ളത് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതേമാതിരി ഇത് ക്രോസായി നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇവിടെ കറക്റ്റില് ഇവിടെ ഇങ്ങനെ മടക്കി നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. കുറച്ചും കൂടി കറക്റ്റ് ഇങ്ങനെ ഇവിടെ കറക്റ്റാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത പണി എന്ന് വെച്ചാലുള്ളത് അടുത്ത പണി നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഒന്നുകൂടി കറക്റ്റാക്കി കൊടുക്കുകയാണ്. നമുക്ക് കറക്റ്റാക്കി ലെവലിൽ നമ്മൾ ഇങ്ങനെ വെച്ചെടുക്കണം. അതിന് ശേഷം നമുക്കുള്ള പണി എന്ന് വെച്ചാൽ ഒന്നെടുത്തുകൊണ്ട് ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നടത്തി കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് 2 സൈഡും മടക്കി എടുക്കണം. ഇങ്ങനെ നമുക്ക് 2 സൈഡും മടക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് 1 സെന്റിമീറ്റർ ഇവിടെ മേലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് നമുക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം. അത് നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫെവിക്കോൾ ഇട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മളിവിടെ കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫെവിക്കോൾ ഇട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. നമ്മളിവിടെ ഫെവിക്കോൾ വെച്ചുകൊണ്ട് നല്ല മോണം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അടിയിലേക്ക് പോകാൻ പാടില്ല. അടിയിലേക്ക് പോകാത്ത രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് നീങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ചൊന്ന് മേലോട്ട് നിന്നിട്ടുണ്ട്. നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷമുള്ള പണിയെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇട്ടതിന് ശേഷം 5 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ഇവിടുന്ന് നമുക്ക് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അവിടുന്ന് നമുക്കൊരു സ്കെയിൽ എടുത്തിട്ട് നമ്മളെ ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിൽ എടുത്തിട്ട് നമുക്ക് സ്കെയിൽ ഇട്ടില്ല. അപ്പം ഇതെടുത്തത് അത് ഞങ്ങളെ ഈ എൻഡിലേക്ക് വരച്ചു കൊടുക്കാം. ഞാൻ നേരിട്ട് എൻഡിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം. നമ്മൾ 2 സൈഡിലേക്കും വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 സൈഡിലേക്കും വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കുള്ള അടുത്ത പണിയെന്ന് വെച്ചാലുള്ളത് അതിന് ശേഷം നമുക്ക് നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഒന്നും കൂടി കൃത്യമായിട്ട് പശ ഇട്ടുകൊണ്ട് ശരിക്കാണ് കിട്ടണില്ല. ഒരു പീസ് പോകുന്നു. അപ്പം നമ്മളത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതാ അടിപൊളി അല്ലേ? ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കുള്ള അടുത്ത പണിയെന്ന് വെച്ചാലുള്ളത്, അപ്പം അതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്തുള്ള പണിയെന്ന് വെച്ചാലുള്ളത്, നമ്മൾ ഇതെടുത്തതിന് ശേഷം നമുക്ക് ടാപ്പ് എടുത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 1 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് അടയാളം എടുത്ത് കൊടുക്കാം. കറക്റ്റായിട്ട് കൊടുക്കുക. അവിടുന്ന് ഒരു ഇതെടുത്തിട്ട് ഇത് കറക്റ്റായിട്ട് ഇവിടുന്ന് 2 സൈഡിലേക്കും വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഡയറക്റ്റ് നല്ല രീതിയിൽ വരച്ചു കൊടുക്കുക. സമയം എടുത്ത് ചെയ്യണോ, എന്നാലും കറക്റ്റ് ചെയ്യുന്നത് റെഡി ആവുള്ളൂ. കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. അപ്പം നമുക്ക് അത് നേരക്ക് വെച്ച് കൊടുക്കാം. നേരെ കറക്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് അവിടെ കട്ട് ചെയ്തെടുക്കുക. അതാ ഇത് കറക്റ്റായിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പം നമ്മൾക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ കറക്റ്റ് എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് എടുത്തതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതുപോലെ നമുക്കൊരു ലൈന് വരച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ആ സൈഡിലേക്കും അങ്ങനെ വരച്ചു കൊടുക്കാം. നമ്മൾ അങ്ങനെ വരച്ച് കൊടുക്കണം. ഒരു സൈഡ് നമ്മൾ വരച്ചിട്ടുണ്ട്, രണ്ടാമത്തെ സൈഡ് നമ്മൾ വരച്ച്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെറുതായിട്ട് ഒന്ന് വെച്ചിട്ട് നമ്മളിത് ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധ എന്താണ് നല്ലവണ്ണം ചെയ്യണം. ഇനി അതിന് ശേഷം നമുക്ക് ഇവിടെ ഉള്ള ഈ മൂല നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡും മൂല കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 2 സൈഡും ഈ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളുടെ ഈ ഭാഗം കറക്റ്റായിട്ട് ഈ സ്കെയിൽ ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി. നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ തള്ളി കൊടുക്കുക. ഇതിങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നമ്മൾ വെട്ടിയത് ശരിക്ക് ഇവിടെ ഇങ്ങനെ ശരിയാക്കി. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നേരക്കാക്കാം. അപ്പം നമ്മൾ നേരക്കാക്കിയിട്ടുണ്ട്. ഇനി അതിന് ശേഷമുള്ളത് നമ്മളിത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെട്ടി കൊടുക്കുക. ആ പീസ് വെട്ടി കൊടുക്കുക. അപ്പോൾ അപ്പുറത്തെ സൈഡ് എന്തായാലും തട്ടാതെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ അവിടെയും കട്ടായി പോവും. നമ്മൾ ആ സൈഡ് കട്ടാവാതെക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വേഗം കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഈ സൈഡും അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ സൈഡും അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇവിടേക്ക് നേരെ അപ്പോൾ നമ്മളിത് ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് കാണാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇവിടെ വെട്ടേണ്ട ഒരു ആവശ്യമില്ല. ആരും പോയി അവിടെ വെട്ടാൻ നിൽക്കണ്ട. ഇതിവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ ഇപ്പം നമ്മളത് ഒരു സൈഡ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മളിത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് ഒരു 5 പീസ് ഉണ്ടാക്കി എടുക്കണം. നമുക്ക് ഇതുപോലെ ഒരു 5 പീസ് ഉണ്ടാക്കി എടുക്കാം. അപ്പം അതുപോലെ നമ്മൾ 5 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള അടുത്ത പടി എന്ന് വെച്ചാലുള്ളത്, ഇപ്പം ഇത് നമ്മൾ
ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് അതുപോലെ എല്ലതും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഇങ്ങനെ ഈ പുറത്തേക്കുള്ളത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് നേരെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. നമുക്ക് നേരെ തന്നെ കറക്റ്റാക്കി വെക്കാം. നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച് വെക്കേണ്ടത്, ഇവിടെ നല്ലവണ്ണം കറക്റ്റാക്കി വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഇവിടേക്കും ഈ സൈഡിക്കും ഇങ്ങനെ വെച്ചെടുക്കണം. അപ്പം അതുപോലെ നമുക്ക് ഇത് എല്ലതും ഇങ്ങനെ ഫുള്ളും നമുക്ക് ഫെവികോൾ വെച്ചുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കാണ്ട് ചെയ്യാനുള്ളത്. നമുക്ക് ഇത് അതിന് ശേഷം നമ്മളിവിടെ മുഴുവൻ ഇതുവരെ സെറ്റാക്കി എല്ലാം 5 നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇനി കയറ് വെച്ച് നമ്മൾ കെട്ടാനാണ് പോകുന്നത്. അപ്പം അതിന് വേണ്ടി നമ്മൾ ഇതിങ്ങനെ മടക്കിയതിന് ശേഷം ഈ പഞ്ചിങ് മെഷീൻ എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ചിലപ്പോൾ കയറാൻ സാധ്യതയുള്ളൂ. ഇതിവിടെ മടക്കിയതായതുകൊണ്ടേ അത് കയറാൻ സാധ്യത കുറവാണ്. ഇത് കയറുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കത്രിക എടുത്തിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഹോൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇപ്പുറത്തും അങ്ങനെ തന്നെ. ഇവിടെ പഞ്ചിങ് മെഷീന് കയറാൻ സാധ്യതയുണ്ട്. പഞ്ചിങ് മെഷീൻ ആകുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, ഈ തലക്കാലിൽ തന്നെ ആവാനാണ് സാധ്യത. ഇവിടെ തലക്കൽ വരും. അപ്പോൾ നമുക്കൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കൊടുക്കണം. അതിനൊക്കെ കത്രിക വേണം. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഈ പഞ്ചിങ് മെഷീൻ ഇട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ഇതിലാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് എന്തും ചെയ്യാം. ചിലപ്പോൾ എൻ്റെ ഐഡിയയിലാണ് ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളെക്കാട്ടി വൃത്തിയിൽ നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയയിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്താൽ മതി. അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതാകും PC, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ആണെങ്കിൽ ഇതിന്മേൽ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുക, അതൊക്കെ ചെയ്യാൻ കഴിയും. വേണമെങ്കിൽ ഇതൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ ചിലപ്പം പറ്റും. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഞാൻ അവിടെ മുഴുവനാക്കിയിരിക്കണം. അപ്പം നമ്മളിവിടെ 2 അതേമാതിരി നമുക്ക് ഇനി മുഴുവനാക്കണം. നമുക്ക് സ്പൂൺ ആക്കാം. ഈ പഞ്ചിങ് മെഷീൻ ഉണ്ടാകുമ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ
സുഖമായി ചെയ്യാം. ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾ ഐഡിയക്ക് ചെയ്താൽ മതി. ഇല്ലാത്തവരാണെങ്കിൽ വാങ്ങൊന്നും വേണ്ട, അതൊക്കെ ചിത്രം വരച്ചാൽ മതി. ഇത് നിങ്ങൾ പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതാവും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഏറ്റവും ബെറ്റർ. അപ്പം നമ്മളത് ഇവിടെ നിറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞാൻ കുറേ കഴിക്കലുണ്ടായിരുന്നു. ഇത് നിറഞ്ഞുകൊണ്ടാണ് ഇപ്പം അടയാഞ്ഞത്. ഞാൻ ഒന്ന് അടിച്ചു നോക്കിയപ്പോൾ അടിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തുറന്നു നോക്കിയത്. അപ്പോൾ ഫുള്ള് അതിൻ്റെ ഉള്ളിൽ വേസ്റ്റാണ്. അപ്പം നമ്മൾ അത് ഒഴിവാക്കി. പഞ്ചിങ് മെഷീനിൽ ഇടയ്ക്കൊക്കെ അത് ഒഴിവാക്കണം, എന്നിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫുള്ളാവും, പിന്നെ നമുക്ക് ആക്കാൻ കഴിയില്ല. നമുക്ക് ഇനി മുഴുവൻ ഇവിടെ അങ്ങനെ ആക്കണം. നമുക്ക് ഒരു ഫണ്ണിയായി മാതിരിയാണ് ഈ പഞ്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ. ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങളെ ഐഡിയക്ക് വേറെ എന്തെങ്കിലും ചെയ്താൽ മതി. ഗൈസ് നമ്മൾ 5 എണ്ണം ചെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറഞ്ഞ്, 8 എണ്ണം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറഞ്ഞ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ തുറന്നു കൊടുക്കുക. ഇത് ജാമായാൽ പിന്നെ നമുക്ക് കഴിയില്ല അടിക്കാനൊന്നും, അതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചെടുക്കുക. ഇവിടെ ഒന്നും കൂടി ഇട്ടെടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഒന്നിനും കൂടി ഇട്ടെടുക്കാനുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ പണി കഴിയും. പിന്നെ ഒരു പണിയും കൂടി നമുക്ക് കയറിടണം. നമുക്ക് വെക്കാനായിട്ട് ഒരു കയറിടണം. അപ്പം ആ കയറും കൂടി ഇട്ടാൽ നമ്മളെ സ്റ്റാർ റെഡി. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യട്ടെ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നമ്മൾ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ കണ്ട പോലെയല്ല, വേറെ ലെവലാണ് ഗൈസ്, വേറെ ലെവല്. ഇനി നമുക്ക് ഇതിവിടെ കെട്ടാനുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് നൂലും ഇതായിട്ടാണ് നമ്മൾ കെട്ടുന്നത്. അപ്പം ആ പരിപാടിയിലേക്ക് അതിന് വേണ്ടി നമ്മളിവിടെ 2 ഈർക്കൊലിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് പച്ച ഓലൻ്റെതാണ്. അപ്പം അതിൻ്റെ നമുക്കൊരു നൂല് കുറച്ചൊരു വലിപ്പമുള്ളത് എടുക്കാം. കുറച്ചൊക്കെ വേണം കേട്ടോ ഗൈസ്, ചെറുതെടുത്തൊരു കാര്യമില്ല. അത് ഏകദേശം നല്ല വലിപ്പമൊക്കെ വേണം. അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയെടുക്കണം. സെൻറ്റർ നോക്കിയെടുക്കുക. അത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ചെറിയ നൂലായതുകൊണ്ട് കാണാൻ സാധ്യതയില്ല. അതിൻ്റെ സെൻറ്റർ നോക്കി നമുക്ക് എടുക്കാം. അതിൻ്റെ സെൻറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഈ നൂലിനെ ഈ വടിമക്ക് കറക്റ്റായി ചുറ്റി കൊടുക്കുക. നല്ലവണ്ണം ചുറ്റണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പൊട്ടിപ്പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ടൈറ്റാക്കി കൊണ്ട് കെട്ടി കൊടുക്കുക. ക്രിസ്മസ് ഒക്കെ ആവാനായിട്ടുണ്ട്, അതാണ് നമ്മളിവിടെ സ്റ്റാർ ചെയ്യുന്നത്. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു പരീക്ഷയൊക്കെ കാരണം. പരീക്ഷയൊക്കെ അടുത്ത് വരുന്നു, കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. പിന്നെ നമ്മൾ ഒന്നും ഇവിടെ എടുത്ത് നിന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ നമുക്ക് രണ്ടാമത് ചെയ്യണം. ഇത് നമുക്ക് നൂല് അത്ര വേണ്ട, നമുക്ക് നല്ല ടൈറ്റാക്കി ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ നൂല് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ടൈറ്റായി നിൽക്കുന്നുണ്ടാവും. കാണാൻ നല്ല ടൈറ്റായി നല്ല കട്ടിയിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഞാനീ 2-3 കെട്ടൊക്കെ നമുക്ക് കൊടുക്കാം. 2-3 കെട്ട് കൊടുത്താൽ ഏറ്റവും ബെറ്ററായിരിക്കും. നമ്മളൊരു കെട്ടും കൂടി കൊടുക്കുകയാണ്. നമ്മളൊരു കെട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഒന്നും കൂടി സെറ്റാക്കി എടുക്കണം, ഒന്നും കൂടി. അപ്പം നമ്മൾ ഇവിടെ രണ്ടാമതും ഏകദേശം രണ്ടാമത്തേൻ്റെയും പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു കെട്ട് ഇവിടെ ഇട്ട് കൊടുക്കണം. കെട്ടിട്ട് കൊടുത്ത് ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക. നമുക്ക് കാണാൻ കഴിയില്ല,
ടൈറ്റ് ആക്കിയിട്ടാണ് നമ്മൾ നല്ല കുറേ നമ്മൾ ചുറ്റിയിട്ടുണ്ട്. അത് പൊട്ടാതൊക്കെ വേണ്ടിയാണ്. അതിന് ശേഷം നമ്മൾ നൂലെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം അത് പുറത്തേക്ക് വരാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് രണ്ട് സൈഡും അങ്ങനെ സെറ്റ് ചെയ്യണം. നമുക്ക് ഇപ്പുറത്തെ എടുത്തുകൊണ്ട് ഇപ്പുറത്ത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഏകദേശം നമ്മൾ പണി 99% 100 കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിങ്ങനെ പിടിക്കുക, ഇവിടെ ഇങ്ങനെ കെട്ടി ഒരു ഇതിൽ കൊടുക്കുക. എന്നിട്ട് നമുക്ക് വലിച്ചു കൊടുത്താൽ നമ്മളത് സെറ്റാവും. അപ്പോൾ വലിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നേരത്തെ കറുത്താക്കിയാണ്ട് വെക്കണം നമ്മൾ. അപ്പം നമ്മൾ നേരത്തെ വരെ അങ്ങനെ വെച്ചിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാം സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. പോയി ഞങ്ങളിവിടെ കാണാൻ വേണ്ടി റാസി കുട്ടി വന്നിട്ടുണ്ട്. ഹായ് പറയും. ഹായ്. അപ്പൊ ഞങ്ങള് സെറ്റാണ്. ഇന്നത്തെ എത്തുന്നുണ്ടോ ഗൈസ്? അപ്പൊ അടിപൊളി. നമ്മൾ റോസ് ആയിരുന്നു വെച്ചിരുന്നത്, ചോപ്പായിട്ടാണ് ഇത് കാണുന്നത് ഗൈസ്. ഇത് നമ്മൾ സെൻട്രലായിട്ട് നമ്മളൊരു പൂവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രസത്തിന് വേണ്ടി ഞാൻ ഡെക്കറേഷൻ ചെയ്തതായിരുന്നു. അടിപൊളി ലുക്കാണ് ഗൈസ്. കണ്ടോളൂ, ഞാൻ പിടിച്ചു നിൽക്കണം. അവിടെ കെട്ടിയൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. വേറെ ലാപ്പല് ഗൈസ്, വേറെ ലാപ്പല്. ഇത് രക്ഷയില്ല.